ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പ്, എപ്പോഴും ട്രിപ്പ് ഫുഡ് അടി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഇന്നും നമ്മളൊരു ചെറിയൊരു ട്രിപ്പ്, ഇന്നത്തെ പ്ലാനിങ് ഉണ്ട്. സാധാരണ ഒരു പ്ലാനിങ് ഉണ്ടാവാറില്ല, പക്ഷേ ഇന്ന് ഒരു പ്ലാനിങ് ഉണ്ട്. ഇന്ന് നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് പോണത്. അപ്പൊ ഇന്ന് ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേട്ടനില്ല, ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളൂ. അപ്പൊ ചേട്ടന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം, നാളെ വീണ്ടും ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. പിന്നെ എന്തോ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാത്രമുള്ള ടൂറ്, അല്ലും കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ മാത്രം പോവാണ്. അപ്പൊ സമയം ഇപ്പൊ എത്രയായി? 9:30 ഇറങ്ങാന്നാണ് പ്ലാൻ. അല്ല, 9:30 ഇറങ്ങാന്നാണ് പ്ലാൻ ചെയ്തത്. സമയം ഇപ്പൊ 10:45 അതിപ്പോ എവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മള് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും, പക്ഷെ ഇറങ്ങണത് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. ടൂറ് പോണതിന്റെ സന്തോഷാണ് തോന്നുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കല്ലോ, നോക്കിയേ. എല്ലാരും കളിക്ക്. കമോൺ പരിപാടി. എന്തായാലും ഞങ്ങളിതാ ഇറങ്ങാൻ പോകണ. എന്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു സാധനം ഞാൻ മറന്നു. എന്താണെന്നറിയോ, ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്നൊരു സാധനം ഉണ്ട്, കാണിച്ചു തരാട്ടാ. എക്സോയിൽ ഇതെവിടെ പോകുമ്പോഴും എന്റെ കയ്യിൽ വേണം. ഒരു ധൈര്യമാണ്. ഇടക്കിടക്ക് തലവേദന വരും, അതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ എടുത്ത്, എന്റെ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റായിതേ. ഇവിടെ എല്ലാരും ഇറങ്ങിയിരിക്കുകയാണ്. വേറാമേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഓക്കെ. വേറാമ വന്നില്ല. അപ്പൊ ഞങ്ങള് ഇത്രയും പേരാണ് പോവാൻ പോണത്. കാറിന്റെ താക്കോൽ എടുത്തതാ. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ചെരുപ്പ് എടുക്കട്ടെ. എന്നിട്ട് ഇപ്പം അത്യാവശ്യം മഴയൊന്നുമില്ല കേട്ടാ, മഴയില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. അയ്യോ, ഒരു കാര്യം കൂടി മറന്നുപോയി. കാറിലുണ്ടോ? ഇല്ല. എൻ്റെ സ്റ്റിക്കും കൂടി എടുത്തേക്കട്ടെ, അതും കൂടി എടുത്താലും സെറ്റ് ആവുള്ളൂ. എന്നാലും ഞാൻ വീണ്ടും കയറണം. സാധാരണ ഇറങ്ങിയിട്ട് കയറാൻ പാടില്ല എന്നാണ്, എന്നാലും പക്ഷെ ഞാൻ കയറും. നമ്മളിത് ഇപ്പൊ ഏകദേശം എവിടെ എത്തിയേ? കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ കുറച്ച് കറങ്ങിപ്പോയി വന്നു കഴിഞ്ഞപ്പം. അപ്പൊ വരുന്ന വഴി കുറച്ച് പായസം, ഒരു സൈഡിൽ ഒരു ചേച്ചി പായസം വെക്കുന്നുണ്ടായി. അങ്ങനെ പായസം കുറച്ച് വാങ്ങിച്ച്, അതിന് നമ്മുടെ ഒരു കയ്യിലുണ്ടായില്ല, മീൻസ് ഇത് സ്പൂൺ ഉണ്ടായില്ല, ഇളക്കാൻ. അപ്പൊ അടിയിലാണ് ഈ പായസം. പരിപ്പ് പായസം ഉണ്ട്, പാലടയുണ്ട്. അപ്പൊ രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുണ്ടായില്ല. ഗ്ലാസ് ഉണ്ട്, പക്ഷെ അത് കലക്കിയെടുക്കാൻ സ്പൂണില്ല. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് അമ്മ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയേക്കാണ്. അപ്പൊ അത് കാരണം കുറച്ച് ടൈം ഇവിടെ പോകുന്നുണ്ട്. അതിനിടയിൽ വേറെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തട്ടെ, അവിടെ ചെണ്ട് ബാക്കി. അപ്പൊ എവിടെ പായസം വാങ്ങിച്ചത് പറഞ്ഞോട്ടെ? നമ്മുടെ കാക്കനാട് കളക്ടറേറ്റിന് അവിടെ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് ഒരു പായസ കോർണറോ അല്ലേ, പായസ കലവറ അങ്ങനെ ഒരു സ്ഥലം കണ്ട്. ഒന്നും നോക്കില്ല, നമ്മള് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ 2 ബോക്സിലായിട്ട് വാങ്ങിച്ചത്. കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ 2 ബോക്സിലായിട്ട് നമ്മള് വാങ്ങിച്ചു. പാലടയും വാങ്ങിച്ചു, പരിപ്പ് വാങ്ങിച്ചു. പക്ഷേ ഇത് ഫുള്ള് കവേർഡ് ആയതുകൊണ്ട്, ഫുള്ള് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. 4 ഗ്ലാസ് തന്നവര്. അങ്ങനെതാ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടോ, ഞാൻ പറഞ്ഞു, അവിടെ കയറി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു കയ്യില് വാങ്ങിച്ചു, ഒരു തവി വാങ്ങിച്ചു. അവിടുത്തെ എനിക്ക് കയ്യിലെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അതെ, കയ്യിലെന്ന് പറഞ്ഞേ. അപ്പൊ കയ്യില് ഞാൻ തവി നമ്മ പറഞ്ഞപ്പോ ഓക്കെ. നല്ല സൂപ്പർ പൈസ. വെള്ളം ഉണ്ടോ? ബാക്കിൽ ഞാൻ കൈ കഴുകട്ടെ. കയ്യിലൊക്കെ നമ്മള് അരീക്കൽ വാട്ടർഫോൾസിലെത്തിയില്ലേ? കാറ് പാർക്ക് ചെയ്തിട്ടേക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് കയറാനായിട്ടല്ലേ. കാറൊക്കെ പാർക്ക് ചെയ്തു, ചിന്ന മുടിയൊക്കെ ഇട്ടുന്നു, കൊച്ചിനുള്ള ഫുഡൊക്കെ എടുക്കുന്നു. ദെൻ നമ്മള് മുകളിലേക്ക് മുകളിലേക്കല്ല കേട്ടോ, താഴെ ഇറക്കാൻ തോന്നുന്നത്. നമ്മളുടെ ഫസ്റ്റ് നല്ലോണം ഉണ്ടാവും. അത്യാവശ്യം നല്ല കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അല്ല ചിന്നു, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അപ്പം എന്തായാലും അങ്ങോട്ട് പോയിട്ട് വാ. അങ്ങനെ നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാൻ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, അത് വാങ്ങിക്കാൻ ആ സൈഡിൽ ഒരാളുണ്ട്. അങ്ങനെ അകത്ത് കയറാം. ഇറങ്ങി
താഴേക്ക് കുറെ മഴയാണ് ഗൈസ്, നല്ല മഴ. എല്ലാവരും മഴ മഴയത്ത് ഞങ്ങൾ കുടയെ കുറിച്ചിരിക്കേണ്ടതേ. അവര് അവിടെ വേറൊരു കുടയിൽ നിൽക്കണം, അച്ഛൻ അവിടെ നിൽക്കണം. അങ്ങാട് കാണിക്കണ, കാണിച്ചു കൊടുത്തിട്ട് ഒരു ഹായ് പറഞ്ഞേ. ഓടാ. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല വെള്ളച്ചാട്ടവും നല്ല വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ മഴയത്ത് ടൂർ പോകണം എന്നുള്ളത്. ഇത് നമ്മൾ അധികം ഡേഞ്ചർ അല്ലാന്ന് തോന്നിയോണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അരീക്കൽ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കണം അല്ലേ. ഇവിടെ ഒരു കുഞ്ഞി ബ്രിഡ്ജ് പോലെ അത് കമന്റ് സെക്ഷനിൽ വരുന്നത് തടി വെച്ചിട്ടുണ്ടെന്ന്. ഒരു കുഞ്ഞി ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ബ്രിഡ്ജിന്റെ മുകളിലാണ് നമ്മൾ കയറിക്കുന്നത്. വോയിസ് കേൾക്കണുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അല്ലേ. ഇത്ര ഭയങ്കര നോയിസ് ഉണ്ട് ഇവിടെ. തിരിച്ച് കാണിച്ചിട്ടോ വെള്ളം നന്നായിട്ട് അവിടെ ഒഴുകിയൊക്കെ വന്നിട്ട് വോയിസ് കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞ ഡ്രസ്സ് സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. വെള്ളമായി അതെ അല്ലു എങ്ങനെ ചെയ്യുന്നത്. നമ്മളപ്പോൾ വേറെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുവരെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങണില്ല. ഈ കുട വെച്ച് ഞാൻ പറഞ്ഞതാ. അപ്പം എന്തായാലും ഇവിടെ നിന്ന് എക്സ്പ്ലോർ നെക്സ്റ്റ് വരവിന് അതെന്തായാലും ഇനി എന്തായാലും വരുമല്ലോ. അപ്പം ആ സമയത്ത് നമുക്ക് അടിപൊളിയാക്കാം. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആസ്വദിച്ച് നമ്മൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ കുറേ പേര് പറയുന്നുണ്ടാവും മഴ സമയത്ത് ടൂറ് ഇത് ഒഴിവാക്കണമെന്ന്. ശരിയാണ്, നമ്മൾ മഴ സമയത്ത് മലയോര മേഖലകൾ വെള്ളച്ചാട്ടങ്ങൾ പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. ഇത് നമുക്ക് ഡേഞ്ചർ അല്ല എന്ന് തോന്നിയോണ്ട് മാത്രം വന്നതാണ്. അപ്പോൾ അത് എടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഴ സമയത്ത് പോകരുത് ഇട്ടാന്ന്. നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടി വലിയ ഡേഞ്ചർ അല്ലെന്ന് തോന്നിയോണ്ട് വന്നതാണേ. വാട്ടർഫോൾസ് കണ്ടു. അതിന് മുകളിൽ അത് ഞാൻ കാണിച്ചു തരാം. മിനിറ്റ് ആ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാം. അവിടെ എന്തായാലും നല്ലൊരു വൈബല്ല. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ എനിക്ക് സംശയമായിരുന്നു ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങൾ അടിയിലാണല്ലോ സ്ഥലം. അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി വന്നു. വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും അറിയണമല്ലോ. എന്താ നോക്കും അപ്പോൾ ഞങ്ങൾ മുകളിൽ വന്നിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു തരാം എന്താ സംഭവിച്ചത്. കനാലിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നത് കണ്ട. അവിടെ നിന്ന് ഇങ്ങനെ ഈ കനാലിൽ കൂടെ ഒഴുകി ഈ പാലത്തിന് താഴെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കുത്തിയൊലിച്ച് വരുന്നു. ഇത് ഈ വെള്ളം എങ്ങടെ ചാടണമെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതാ ഇതിൽ കൂടെ വിരിഞ്ഞൊഴുകുന്നു കണ്ടോ. ഇത് നേരെ അവിടെ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേക്കാണ് അവിടെ കുളിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞി കനാലിൽ കൂടെ ഒഴുകിയിട്ട് ഇങ്ങനെ നല്ല വിരിഞ്ഞൊഴുകുന്നത്. ഇതാണ് അരീക്കൽ വാട്ടർഫോൾസ്. വീഡിയോയിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞി കനാലിൽ കൂടെ എന്നതാണ് ഇതിൽ കൂടെ. അതൊരു കുറ്റായിട്ട് പറയണല്ലോ കേട്ടോ, ജസ്റ്റ് കളിയാക്കിയും പറയണതല്ല. ഇതാണെന്നുള്ളത് ചിലവർ ആയിരിക്കും ഓ പുച്ചിക്കൽ എന്നൊരു സാധനം തോന്നുന്നു. പക്ഷെ ഇത് പുച്ചിക്കലല്ല. അറിയാതെ ആഗ്രഹം. അതെ 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 അതെ. അത് എവിടെ നിന്ന് വന്നെന്ന് ജസ്റ്റ് അന്വേഷിക്കാൻ. ഡാമിൽ നിന്നാണ് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കാൻ പോയതാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ട് കാറ് ഓൺ ചെയ്യട്ടെ. അപ്പോൾ അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി പോവാണേ ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ അരീക്കൽ വാട്ടർഫോൾസ് കണ്ടു, അടുത്ത കാഴ്ചകളൊക്കെ കണ്ടു. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. കൊച്ചരീക്കൽ കേവ്, കൊച്ചരീക്കൽ ഗുഹ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അത് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര. കാരണം നല്ല ക്ലൈമറ്റ്, നല്ല മഴയുടെ ഒരു അന്തരീക്ഷമാണ്. മഴ ഒന്ന് കഴിഞ്ഞു. കാട് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് സംഭവം. പക്ഷേ അതൊരു എന്താ പറയാ വിജനമായ കാടെന്നൊന്നും പറയാൻ പറ്റില്ല. ആൾ താമസമൊക്കെ ഉള്ള അത്യാവശ്യം കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു കാട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അതെ അതെ അതെ. എന്നാൽ ചൂടില്ലാത്തതിന് ഏറ്റവും വിശ്വാസം.
പക്ഷെ നമ്മള് ആ വെള്ളച്ചാട്ടം കയറി ഇറങ്ങി വന്നപ്പോഴേക്കും ആകെ വേർത്ത് പോയി. വേറെ കാര്യം അത് കുറെ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. എന്നാലും പക്ഷെ ഇപ്പൊ നോർമലായി നമ്മള്. അതെ അതെ അതെ. ഇവിടെ എല്ലാരും ഉണ്ട്. കാർ ഓടിക്കുന്നു, ബാക്കിലിരിക്കുന്നു. അല്ലൂപ്പി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ യാത്ര തുടരുന്നു. കൊച്ചരീക്കൽ ഗുഹയിലേക്ക് പോകുന്ന വഴിയാണ് ട്ടാ. അവിടെ ചെറിയൊരു വഴുക്കല് പോലെ തോന്നി. കണ്ട, സൂക്ഷിച്ചാണ് നടക്കാനായിട്ട്. അതിലേയും അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പം നമ്മൾ ഇതിലെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഡേഞ്ചർ ആണോ ഈ വഴിയെന്നൊരു സംശയമുണ്ട്. കാരണം വഴുതി പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കുഴപ്പമില്ല, ഗ്രിപ്പ് ഉണ്ടെന്നാലും കുളിക്കാൻ ഒരു സ്പേസ്. ഇവിടെ വെള്ളമാണ് ഗൈസ്. വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ പോണത്. എന്താ ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളത്തിൽ കാലി വെട്ടിലേക്ക് പൊന്നു മരം. ഇത് കൊള്ളാട്ടോ, ഇത് നല്ല അഡ്വഞ്ചറാ. അമ്മ നോക്കി വാട്ടാ, നല്ല രസമുണ്ട് ഇട്ടത്. ഇത് ശരിക്കും എക്സ്പ്ലോർ. അയ്യോ പാൻറ് നനഞ്ഞ്. വരുമ്പൊരു അമ്മ വരും. കനാടി കൂടെ നമ്മൾ നടന്നു ഇങ്ങനെ തോന്നുന്നു. അയ്യോ കേറ്. അതിലെ കയറിയ ഫോട്ടോ എടുത്തത്. അവിടെ ഒരു അട്ടിരിപ്പുണ്ട് കേട്ടോ, കറുത്ത അട്ട. അവിടെ അമ്മക്ക് ഇവിടെ കയറാൻ പറ്റുള്ള നോക്കട്ടെ എന്ന്. അതെ, ഞാൻ എൻ്റെ പാൻറ്റൊക്കെ ഒന്ന് കയറ്റി വെക്കട്ടെ. ഇല്ല, അമ്മ ഒറ്റ കയറും. ഇതാണ് ഗുഹ, ഇതാണ് ഗുഹ. വെള്ളമന ഇതാണ് ഗുഹ. അങ്ങോട്ട് കേറാനുണ്ട്. അയ്യോ, വെള്ളത്തിൽ ചവിട്ടണോ? അമ്മ കേറിയാ? കേറി. യെസ്. ടാസ്ക് പിടിച്ച വഴിയാണ്. അമ്മേ കേറിക്കോ. ടാസ്ക് പിടിച്ച വഴിയാണെന്തേ. അമ്മ കയറിയാടെ കേറിക്കോ. അമ്മ കയറാൻ പറ്റി. നോക്കിയാ നൈസ് ഗുഹ. അയ്യോ, ഗുഹയൊന്നും മനസ്സിലാവില്ല. നിങ്ങളൊരു ഗുഹയുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചതേ ഇവിടെ നിന്ന് കേറിയിട്ട് കുറെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നാൽ ഇവിടെ വലിയ ഗുഹയുണ്ടെന്നാ വിചാരിച്ചേ. എനിക്കൊരു സംഭവം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നേരെ കയറി ചിലത് നമ്മുടെ കാറ് ഞങ്ങൾ വിചാരിച്ചേ വലിയ ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ അതും ഫ്ലോ. ഇവിടെ നിന്ന് കാണാൻ വ്യൂ ഉണ്ട്. എവിടെ ഉണ്ടാ, അവിടെ ഒരു കുളമുണ്ട് താഴെ. ഞാൻ നേരത്തെ കാണിച്ചതല്ലേ വീഡിയോയിൽ. അതാണ് ഗുഹ. പെട്ട് വെറുതെ പൈസ പോയി ഗൈസ്. ഞാൻ വിചാരിച്ചു എനിക്ക് ഗുഹയിലൊക്കെ ചെല്ലുമ്പോ വെള്ളമൊക്കെ ഉണ്ടാവുന്ന പാന്റ് കയറ്റിയൊക്കെ വെച്ചത് അച്ഛൻ. എന്റെ കാലൊക്കെ ഞാൻ മാത്രമേ ബുദ്ധിപരമായിട്ട്. അല്ല, ഞാൻ വിചാരിച്ചേ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ച് പാന്റ് കയറ്റി വെക്കട്ടെ. ഇനി വെള്ളത്തിലേക്കായിരിക്കും ഇറങ്ങണേന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാന്റ് ഒക്കെ കയറ്റി വെച്ചത്. പക്ഷെ ഫ്ലോപ്പായി പോയിട്ടാ. വെറുതെ അതിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരാം. ആ വഴി കുറച്ച് വെള്ളം കണ്ടായിരുന്നു. എവിടെ? അതേരാ, ഈ വെള്ളത്തിലൊന്ന് കാല് കഴുകുക അത് ധരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എടാ, നല്ല വൃത്തിയുള്ള വെള്ളം. അപ്പൊ ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ നമ്മൾ തപ്പി ഒരു ഹോട്ടലിലെത്തി. കോളനിപ്പടി. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിനിപ്പോ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള സമയം 4:45. ഇങ്ങനെ കടകൾ തപ്പി ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവാ. ഇനിയിപ്പോ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അങ്ങനെ വീഡിയോ കുറെ ലാഗ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ടാറ്റ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിശന്നിട്ട് ഒരു രക്ഷയില്ല. ടാറ്റ.